നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങളും റദ്ദാക്കി. സമരത്തിന് എതിരായ കേസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മഞ്ഞക്കുറ്റി നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ ഒന്നിനും സാധിക്കാതെ സാധാരണക്കാരായ ആളുകൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. അന്നമനടയിൽ പഞ്ചായത്ത് ആംബുലൻസ് സമയത്ത് ലഭിക്കാത്തതിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ LDF പ്രതിഷേധം. പഞ്ചായത്തിലെ ഇടതംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. അങ്കമാലിയിൽ 10 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. ചെരിയമ്പറമ്പിൽ രമേശിന്റെയും ദിവ്യയുടെയും മകൻ ആകതാണ് മരിച്ചത്. സഹോദരനുമായുള്ള തർക്കമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ആളുകളോട് മര്യാദാപൂർവ്വം പെരുമാറാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദനെയും മാറ്റണമെന്നും യോഗം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്നമനടയിൽ പഞ്ചായത്ത് ആംബുലൻസ് സമയത്ത് ലഭിക്കാത്തതിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ LDF പ്രതിഷേധം. പഞ്ചായത്തിലെ ഇടതംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. ഡ്രൈവറില്ല എന്ന കാരണത്താലാണ് ആംബുലൻസ് വിട്ടു നൽകാതിരുന്നത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അന്നമനട പഞ്ചായത്തിലെ 8ാം വാർഡിൽ വാപ്പറമ്പിൽ ഇടശ്ശേരി മടയത്ത് ജോണിയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെ അന്നമനട പഞ്ചായത്ത് പരിസരത്ത് വെച്ചാണ് ജോണിക്ക് നെഞ്ചുവേദനയും ദേഹാസ്വാസ്ഥ്യവും നേരിട്ടത്. അതിനെ തുടർന്ന് പരിസരവാസികളെ അറിയിക്കുകയും അവർ 100 മീറ്റർ മാത്രം അകലെയുള്ള പഞ്ചായത്തിന്റെ ആംബുലൻസിനായി വിളിച്ചപ്പോൾ ഡ്രൈവറില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ആയുർവേദ ആശുപത്രിയിലെ സ്റ്റാഫിൻ്റെ ഭർത്താവ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒഴിഞ്ഞു വീഴുകയും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായി. നമ്മുടെ ആംബുലൻസ് അതിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഈ ആംബുലൻസ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രോഗിക്ക് കിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഒരു കാറിൽ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 18 ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് നാട്ടുകാരനായ വ്യക്തിയാണ് പഞ്ചായത്തിന് നൽകിയത്. അക്കാലം 24 മണിക്കൂറും ആംബുലൻസ് സേവന സന്നദ്ധമായ സാഹചര്യവും ഉണ്ടായിരുന്നുവെന്ന് LDF നേതാക്കൾ പറയുന്നു. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഈ മുറ്റത്ത് നടന്നത് നമുക്കൊക്കെ അറിയാം. ഇതിനു മുമ്പ് കോവിഡ് കാലത്ത് പോലും ഇതിനേലും സവിശേഷമായ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അന്നമനടയിൽ ഒരു ദാരുണമായ ഇത്തരമൊരു മരണം ഉണ്ടായിട്ടില്ല. കോവിഡ് കാലത്ത് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും അന്നമനട പഞ്ചായത്തിലെ ഒരു രോഗിക്ക് പോലും ആംബുലൻസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഇത്രമാത്രം സൗകര്യങ്ങളുണ്ടായിട്ട് പോലും പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ആംബുലൻസ് കിടക്കുന്നു. ആ ആംബുലൻസ് ഉണ്ടായിട്ട് പോലും രോഗിയെ യഥാസമയം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഈ അന്നമനടയുടെ മുമ്പിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ ഒറ്റ കാരണത്താലാണ് ഇന്ന് വെസ്റ്റ് കൊരട്ടിയിലെ ജോണിച്ചേട്ടൻ നമ്മുടെ ഈ അന്നമനട ആയുർവേദത്തിലെ സ്റ്റാഫായ മിനിച്ചേച്ചിയുടെ ഹസ്ബൻഡ് ദാരുണമായി മരണപ്പെടുന്നത്. അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്നിവിടെ ഒരു പ്രതിഷേധം നടത്തുന്നത്. കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി നമുക്കിവിടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത്. എന്നാൽ UDF ഭരണസമിതി അധികാരത്തിൽ എത്തിയ ആദ്യ യോഗത്തിൽ ആംബുലൻസ് ഡ്രൈവർ അടക്കം 3 പേരെ പുറത്താക്കി. കോൺഗ്രസ് ഭരിക്കുന്ന അന്നമനട സർവീസ് സഹകരണ ബാങ്കിന്റെ ആംബുലൻസിന് ലാഭമുണ്ടാക്കാൻ പഞ്ചായത്ത് ആംബുലൻസ് കട്ടപ്പുറത്തേക്കാക്കുകയാണ് ഉണ്ടായത് എന്നാണ് LDFന്റെ ആരോപണം. UDF ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മകനും ഭർത്താവുമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരമില്ലാതെ ആംബുലൻസ് ഓടിക്കുന്നത്.
വാഹനത്തിന്റെ കസ്റ്റോഡിയനായ സെക്രട്ടറി വാഹന പരിപാലനത്തിലോ നടത്തിപ്പിലോ കുറ്റകരമായ വീഴ്ചയാണ് നടത്തുന്നത് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭരണസമിതിയുടെ വീഴ്ചയ്ക്കെതിരെ LDF പഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. TK ഗോപി, MU കൃഷ്ണകുമാർ, ML ബാബു, KK ബിനേഷ്, പ്രസീത മുരളി, ഷിജി ബിജി എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. അങ്കമാലിയിൽ 10 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. മലയാറ്റൂർ ചെരിയമ്പറമ്പിൽ രമേശിന്റെയും ദിവ്യയുടെയും മകൻ ആഗതാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. സഹോദരനുമായുള്ള തർക്കമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ആളുകളോട് മര്യാദാപൂർവ്വം പെരുമാറാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്ന് MV ഗോവിന്ദനെയും മാറ്റണമെന്നും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ടുകൾ ചോർന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും വിമർശനങ്ങൾ ഉയർന്നു. ചർച്ച ഇന്നും തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. യോഗത്തിൽ സംസ്ഥാന നേതാക്കൾക്കെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ഉയർന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും ജനങ്ങളിൽ നിന്ന് അകന്നുപോയെന്നും ആളുകളോട് മര്യാദാപൂർവ്വം പെരുമാറിയിരുന്നില്ലെന്നും ഓരോ സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി അംഗങ്ങൾ വിമർശിച്ചു. രണ്ടുപേരെയും നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി പാർട്ടിക്ക് പ്രതിപക്ഷത്തിനും പുതിയ മുഖം നൽകണമെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ട് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം മുൻകൂട്ടി കാണാൻ പാർട്ടിയുടെ ഒരു ഘടകത്തിനും കഴിഞ്ഞില്ല. ഇതൊക്കെ സംഭവിച്ചപ്പോഴും സംഘടനാ ശക്തിയും പാർട്ടിയുടെ ഇതര സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിയെ തൃശൂരിൽ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതിൽ അംഗങ്ങൾ ആശ്വാസം പ്രകടിപ്പിച്ചു. പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂരിൽ പോലും അതിന് കഴിഞ്ഞില്ല. അവിടെ പാർട്ടി വോട്ടുകൾ എതിർപ്പാളയത്തിലേക്ക് ചോരുന്നത് തിരിച്ചറിയാനും തടയാനും പാർട്ടിക്ക് കഴിഞ്ഞില്ല. തൃശൂരിൽ കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ നിയമസഭയിൽ പാർട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നുവെന്നും അംഗങ്ങൾ ചോദിച്ചു. ചർച്ച ഇന്നും തുടരും. കേന്ദ്ര കമ്മിറ്റി അംഗം KK രാധാകൃഷ്ണൻ MP, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാള ടൗണിൽ CPI മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും ഇന്ധനവില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയാണ്. രാജ്യത്ത് വലിയ വിലക്കയറ്റത്തിലേക്ക് രാജ്യം പോവുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെയും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് BJPയുടെ ഗവൺമെൻറ്. നാട്ടിൻപുറങ്ങളിൽ ചായ കുടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഒരു ചായ പീടികയിൽ പോയി 2 ദോശ ചോദിച്ചാൽ ദോശ തരും. നമ്മൾ ചായ ചോദിച്ചാൽ ചായക്കടക്കാരൻ പറയും ചായ ഇല്ല, ചൂടുവെള്ളം തരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ധനം അല്ലെങ്കിൽ ഗ്യാസ് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഈ കേരളം മാറുകയാണ്. CPI മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM വത്സൻ അധ്യക്ഷത വഹിച്ചു. MK ബാബു, ബൈജു മണന്തറ, VS ഗോപാലകൃഷ്ണൻ, KK ഹഫ്സൽ, സുഖിത് രവി, സിനി ബെന്നി വെമ്പിൽ, അശ്വതി MS, സിമി ഭൂപേഷ്, BN മണി, അജയ് കുമാർ CC, സിജു സുകുമാരൻ എന്നിവർ സംസാരിച്ചു. BJP സർക്കാരിന്റെ ഇന്ധനവില വർധനവിനെതിരെ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, PP സുഭാഷ്, PB ഖൈസ്, TR ജിതിൻ, സുരേഷ് പണിക്കശ്ശേരി, OC ജോസഫ്, AS സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മാടവന തൈത്ര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. പൊങ്കാലയിലും വിദ്യാഗോപാല മന്ത്രാർച്ചനയിലും പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹവനം, അഭിഷേകം, ഉഷപൂജ, മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. TV രതീഷ്, TA അനൂപ്, TV സ്വയംവരൻ, TR രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനടയിൽ പഞ്ചായത്ത് ആംബുലൻസ് സമയത്ത് ലഭിക്കാത്തതിൽ വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ LDF പ്രതിഷേധം. പഞ്ചായത്തിലെ ഇടതംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു.
അങ്കമാലിയിൽ 10 വയസ്സുകാരൻ തൂങ്ങി മരിച്ചു. ചെരിയമ്പറമ്പിൽ രമേശിന്റെയും ദിവ്യയുടെയും മകൻ ആകതാണ് മരിച്ചത്. സഹോദരനുമായുള്ള തർക്കമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും ആളുകളോട് മര്യാദാപൂർവ്വം പെരുമാറാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് പിണറായി വിജയനെയും സെക്രട്ടറി സ്ഥാനത്തു നിന്ന് MV ഗോവിന്ദനെയും മാറ്റണമെന്നും യോഗം. ന്യൂസ് ടൈപ്പ് സമാപിച്ചു. നമസ്കാരം.